ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു; അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു; മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഈ ഭാഗത്ത് യഹോവയായ ദൈവം നമ്മെ ഒരു പിതാവെന്നോണം കരുതി പരിപാലിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ഒരു പിതാവ് തൻ്റെ മക്കളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ് അവരുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി എല്ലാം നൽകുന്നത് പോലെ പിതാവായ ദൈവം നമ്മെ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുന്നു. പെറ്റമ്മ മറന്നാലും ദൈവം നമ്മളെ ഒരിക്കലും മറക്കില്ല, കൈവിടുകയുമില്ല. എത്ര തെറ്റുകൾ ചെയ്താലും നമ്മുടെ മാതാപിതാക്കൾ ശരിയായ വഴി കാണിച്ച് ക്ഷമിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ ദൈവം നമ്മെ ചേർത്ത് നിർത്തുന്നുണ്ട്. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന ദൈവവചനം നമുക്ക് ഒരുപാട് ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകിയിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ സന്തോഷവും നന്മകളും സമാധാനവും ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മെ എല്ലാം നൽകി അനുഗ്രഹിക്കുന്നത് പോലെ ചുറ്റുമുള്ള മനുഷ്യരെയും അവരുടെ ജീവിതങ്ങളെയും സന്തോഷപൂർണ്ണമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി ഈ നോമ്പുകാലം മറ്റുള്ളവരുടെ സങ്കടങ്ങളും വേദനകളും ആവശ്യങ്ങളും അറിഞ്ഞ് ചേർത്ത് പിടിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം ഒന്നുകൂടി അർത്ഥപൂർണ്ണമാക്കുവാൻ ദൈവത്തിൻ്റെ നന്മ നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാകുവാനും അത് നമ്മെ സഹായിക്കും. ദൈവത്തിലേക്കും നിത്യജീവനിലേക്കും ആ വലിയ സ്നേഹത്തിലേക്കുമുള്ള വഴി ഏറെ ഞെരുക്കമുള്ളതായും ഇടുങ്ങിയതായും ഈ ഭാഗത്തിൽ പറയുന്നു. എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വിശാലവുമത്രേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ സത്യത്തിൻ്റെയും നന്മയുടെയും ഇടുങ്ങിയ വഴി നാം തിരഞ്ഞെടുത്ത് നാശത്തിലേക്കല്ല, പകരം ദൈവത്തിലേക്ക് എത്രേ നാം പോകേണ്ടത്. അവിടെ ആ വഴിയിലൂടെ പോയിട്ട് എത്താൻ നമുക്ക് സാധിക്കട്ടെ.